ഫുൾ പ്രോസസ്സാണോ അത് എഴുത്ത് മാത്രമാണോ? എഴുത്തൊരു 15 ദിവസം, 15 ഡേയ്സ്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് കിഷ്കിന്ധയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതാണ് ഏതിനേക്കാൾ വലുത് ചെറുതെന്നുള്ളത് എൻ്റെ കയ്യിലല്ലായിരുന്നു. എനിവേ ഇത് രണ്ടും കിഷ്കിന്ധയുടെ പോലും ഷൂട്ടിന് മുന്നേ എഴുതി കഴിഞ്ഞതായിട്ടുള്ളതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്. ഓൺലി തിങ് ഈ ഡേറ്റ്സും കാര്യങ്ങളും ഒരു പ്രോജക്റ്റ് ഷേപ്പപ്പായി ഓണായി വരാൻ എടുക്കുന്ന ഒരു സമയം കൊണ്ട് ഒന്നാദ്യവും മറ്റേത് രണ്ടാമത്തത് ആയിപ്പോയി എന്നുള്ളൂ. ഈ ഡോഗ്സ് കുരക്കുന്നത് കണ്ടിട്ടുണ്ട്, ഓടുന്നത് കണ്ടിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യുന്നത് ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ കാണുന്നത്. അതെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു? അത് ഇതിൻ്റെ ഡോഗ് ട്രെയിനർ ജിജേഷ് ഭായ്, പുള്ളിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. നമുക്ക് ആവശ്യമുള്ള ഐഡിയ അവരുടെ അടുത്ത് പറയും, ഇങ്ങനെ വേണം, നമുക്കിങ്ങനെ ഡോഗ് ഓടി വന്ന് ഇങ്ങനെ ചാടണം, ചവിട്ടണം, അതിന് മുന്നേ ആദ്യം ഒരു കടിക്കണം, സെക്കൻഡ് ഡോഗ് വന്ന് ഇങ്ങനെ ചാടണം, ചവിട്ടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ നെസസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡോഗ് ട്രെയിനർ ജിജേഷ് ഭായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇപ്പോൾ ഡോഗ് ഒരിക്കലും അഭിനയിക്കില്ല. അപ്പോൾ ഡോഗ് ഒറിജിനലായിട്ട് ചെയ്യാൻ ഡോഗിനെ അറിയുള്ളൂ. അപ്പോൾ ഒറിജിനലായിട്ട് ആ ആക്ഷൻ ഡോഗിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതിന് ജിജേഷ് ഭായിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ ഹാക്കുകളും ട്രിക്കുകളും ഉണ്ട്. അപ്പോൾ ഓരോ ഈ പറയുന്ന ഈ സിനിമയിലെ ഓരോ ഡോഗിനെ കൊണ്ട് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊണ്ട് ഡോഗിനെ കൊണ്ട് റിയൽ ആയിട്ട് പുള്ളി ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് ഒരിക്കൽ പുള്ളിയായിട്ട് എന്തായാലും ഇൻട്രാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരുപാട് ഇൻസൈറ്റ്സ് ഈ സിനിമയുടെ വിശേഷങ്ങൾ ഒരുപാട് പുള്ളിക്കും പങ്കുവെക്കാനുണ്ടാവും. ടോട്ടലി എത്ര ഡോഗ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? അതിൽ CGI ഒന്നുമില്ല, ആനിമൽ ഷോട്ട്സ് എല്ലാം റിയലി ചെയ്തിട്ടുള്ളതാണ്. നോ CGIs ഇൻവോൾവ്. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു ഡോഗ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്? 9 വിത്തൗട്ട് ഹസ്കി 9. ഏത് ഷൂട്ടിംഗ് ടൈമിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണോ അതോ മുന്നേ? ഷൂട്ടിന് മുന്നേ തന്നെ ഒരു 1.5 മാസം മുന്നേ തന്നെ ഡോഗ്സിന് ട്രെയിനിങ് തുടങ്ങി. നമുക്ക് ആവശ്യമുള്ള ജനറൽ ട്രെയിനിങ് അല്ല, നമുക്ക് ആക്ച്വലി ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഒരു ഡോഗ് ട്രെയിനർ റീസണബിളി ഒരു 3 months എങ്കിലും ഉണ്ടായാൽ നല്ലതാണെന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു 40 ഡേയ്സിലെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ട്രെയിനിങ് പീരീഡ്. സോ ആവശ്യത്തിനുള്ള സീക്വൻസുകൾ മാത്രം നമ്മുടെ ഡോഗ് ട്രെയിനറായിട്ട് സംസാരിച്ച് ഇങ്ങനെ സീൻ വേണം, ഇങ്ങനെ ആയിരിക്കും ഷോട്ട്, ഈ ആംഗിളിലായിരിക്കും ഷോട്ട്, അപ്പോൾ ഡോഗ് ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കണം, ഇങ്ങനെ വേണം വിഷ്വൽ വരാൻ എന്നുള്ള രീതിയിൽ പുള്ളി നല്ലൊരു ഡയറക്ടോറിയൽ വിഷനുള്ള ഒരാളായിരുന്നു ഇതിൻ്റെ ഡോഗ് ട്രെയിനർ. ഒരു ഫിലിം മേക്കർ ഉണ്ട് പുള്ളിയുടെ ഉള്ളിൽ. അപ്പോൾ പുള്ളി അതനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു, ഇങ്ങനെ ഇന്ന സീനിൽ ഇന്നതായിരിക്കും, ഇന്ന സീനിൽ ഇത്ര ഡോഗ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളി പ്ലാൻഡ് ഒരു ചാർട്ട് പുള്ളിക്ക് മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാർട്ടിനനുസരിച്ച് പുള്ളിയുടെ സ്പേസിൽ പോയി ട്രാൻഡ്രത്താണ് പുള്ളി അവിടെ പോയിട്ട് ഡോഗിനെ ഈ കസ്റ്റമൈസ്ഡ് പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഓരോ വീക്ക്ലി അപ്ഡേറ്റ്സ് നമുക്ക് തരുമായിരുന്നു. ഡോഗ് ഇത് ചെയ്തു കേട്ടോ, നമ്മുടെ ആ സീനിലുള്ള പരിപാടി ഇത് സെറ്റായി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഡെഡിക്കേറ്റഡ് കമ്മിറ്റ്മെൻറ്റ് ആണ് അതിൻ്റെ ഒരു റിസൾട്ടിന് കാരണം. താങ്ക്ഫുൾ ടു ജിജേഷ് ഭായ്. ഈ സന്ദീപിന്റെ ഈ ക്യാരക്ടറിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്, മുന്നേ ഈ രീതിയിലുള്ള ഒരു ക്യാരക്ടർ സന്ദീപ് ചെയ്തിട്ട് സന്ദീപ് ആകെ ചുരുക്കം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സന്ദീപ് ഇങ്ങനെ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെ വന്നു? ജഡ്ജ്മെന്റ് ഒന്നും ഇപ്പൊ നന്നായി ചെയ്തിട്ടുണ്ട്, സന്ദീപ് മോശമായില്ല, നല്ല കിടുക്കാഴ്ച ചെയ്തിട്ടുണ്ട്. പടക്കളത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ആരാണ്? സന്ദീപ്. പക്ഷെ അത് ഈ ടൈം ലൈനിൽ ചെയ്തതാണെന്നാണ് സന്ദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സന്ദീപിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് ചോദിച്ചത്. താങ്ക്സ് ടു ഡയറക്ടർ വിപിൻ ദാസ്. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല, അപ്പോൾ ഇത് പുള്ളിയായിട്ട് പേഴ്സണലി താങ്ക്സ് പറയാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുന്നു. കാരണം പുള്ളി ചെയ്ത അന്താക്ഷരി എന്ന് പറയുന്ന സിനിമയിൽ സന്ദീപ് ചെയ്തൊരു ക്യാരക്ടർ കണ്ടപ്പോഴാണ്. അപ്പം ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതെപ്പോഴെങ്കിലും എനിക്കപ്പോൾ പറയാനൊരു പ്രൊഫൈൽ പോലും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ, കിഷ്കിന്ധ പോലും ഓണായിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ സിനിമയാക്കാന്നുള്ള രീതിയിൽ പെട്ടിയിൽ വെച്ചേക്കായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയിട്ട്. അപ്പോൾ അതിനിടയിലാണ് അന്താക്ഷരി കാണുന്നത്. അപ്പോൾ അതിൽ സന്ദീപിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പുതിയൊരാൾ, പ്രായം കുറഞ്ഞ ഒരാൾ ഇത്രയും കൺട്രോളോടുകൂടി സട്ടിലായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു അസാധ്യമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് പുള്ളിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തോന്നി. അപ്പോൾ അത് വിപിൻ ദാസിനാണ് ഫസ്റ്റ് പ്ലേസിൽ. വിപിൻ ദാസ് സന്ദീപിനെ അങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിസിബിലിറ്റിയിലേക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് എത്തിയത്. അപ്പോൾ അത് പുള്ളിയുടെയാണ് ആക്ച്വലി അടിപൊളി ചോയ്സ്, പുള്ളി എടുത്തതാണ്. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ഇപ്പോൾ ഗ്രേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത ബിനോയ് കരിമൻ, പുള്ളിയായിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇവൻ അടിപൊളിയല്ലേ, നമ്മുടെ ഈ പിയൂസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്
സന്ദീപ് പോലെ ഒരാൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ബിനോട്ടനാണ് അഷുറൻസ് എന്ന്. അവൻ അടിപൊളിയാണ്. നീ അവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ലേ? അവന് കുറേ കിടിലൻ ഷോർട്ട് ഫിലിംസ് ഉണ്ട് യൂട്യൂബിൽ. ആണോ ഇത് കാണും അത് കാണും എന്നൊക്കെ പറഞ്ഞ് ബിനീഷേട്ടൻ റൂംമേറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് എനിക്ക് കുറേ എണ്ണം ലിങ്ക് അയച്ചെന്നു. ആദ്യം കണ്ടത് അതാണ്. പിന്നീട് ടൈറ്റിൽസ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, 2-3 ഷോർട്ട് ഫിലിംസ് അപ്പം ബാക്ക് ടു ബാക്ക് കണ്ടു. അപ്പോൾ അടിപൊളി. പിന്നെ അത് പ്രൊജക്റ്റ് ഒന്ന് മെറ്റീരിയലൈസ് ആവാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് പ്രൊഫൈലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓവർ ദ പീരീഡ് പതിയെ പതിയെ നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് കിഷ്കിന്ത ഒന്ന് ലാൻഡായി കിട്ടിയപ്പോൾ നമുക്കും ഒരു സപ്പോർട്ട് കിട്ടി. പ്രാക്ടിക്കലി നമുക്കിങ്ങനെ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളത്. അതിനിടയിൽ തന്നെ സന്ദീപിൻ്റെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഫാലിമി പടക്കളം അത് രണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫാലിമി ഇറങ്ങി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ വെൽ പ്ലേസ്ഡ് ആണ്. നല്ല രീതിയിൽ ഉള്ളൊരു പ്രൊജക്റ്റായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഗുഡ് ഫീലിംഗ് അപ്പോഴേ ഉണ്ടായി. പിന്നെ സന്ദീപ് പുള്ളിയുടെ 200% ഇതിനെ തന്നു. ജീവൻ പടയം വെച്ചിട്ട് ചില ഷോട്ടിലൊക്കെ ഞാൻ ക്യാമറയിലൊക്കെ സൂര്യാനൊക്കെ കേട്ട് കാണും. സന്ദീപ് കട്ട് വിളിക്കാൻ സന്ദീപിൻ്റെ അടുത്ത് സന്ദീപ് ജീവൻ കട്ട് വിളിക്കുക. ജീവന് ഹാനി ഉണ്ടെങ്കിൽ മാത്രം കട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ചെയ്തോളാൻ. എന്നോട് കട്ട് വിളിച്ചോളാം. റിയൽ ടൈം പ്രോംപ്റ്റിംഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ ടൈം പ്രോംപ്റ്റിംഗ് ആയിട്ട് സന്ദീപ് അവിടെ ചെയ്തോ ഞാനിപ്പോൾ ക്യാമറ ഇങ്ങോട്ട് വരികയാണ്, നീ ഇങ്ങോട്ട് തിരിയണേ എന്നൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ഇവനെ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു സന്ദീപ് ജീവന് ഹാനി ഉണ്ടെങ്കിൽ കട്ട് വിളിച്ചോട്ടാ. അപ്പോൾ അതിനൊക്കെ ഒരു ഡയറിങ് ആയിട്ടുള്ളൊരു സ്പിരിറ്റ് വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി 200% സിനിമയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എല്ലാവരും തന്നിട്ടുണ്ട്. പർട്ടിക്കുലർലി ചോദ്യം സന്ദീപിനെ കുറിച്ച് ആയതുകൊണ്ട് അവൻ്റെ അക്കൗണ്ടിൽ പറഞ്ഞത് മാത്രം. സന്ദീപിന് എന്ത് തോന്നുന്നു? ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. പടക്കളത്തിന് ശേഷം കത്തിക്കയറുന്ന അടുത്തൊരു കത്തിക്കയറലാണിത്. എന്ത് തോന്നുന്നു? സന്തോഷം. നമ്മൾ ഇതാണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. നമ്മുടെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് നമ്മുടെ അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അത് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് നെക്സ്റ്റ് സിനിമ ഇതേ കാര്യങ്ങൾ തന്നെ മീറ്റ് ചെയ്യണം, ഇതിൽ നല്ല റെസ്പോൺസ് കിട്ടണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതലും നമുക്ക് തോന്നുന്നത്. അതിനൊപ്പം തന്നെ ഹാപ്പിനെസ്സും ഒരുപാട് സന്തോഷം തോന്നുന്നു. സന്ദീപ് തന്നെയാണോ പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വേറെ ആരുടെയും ചോയ്സ് എടുക്കാറുണ്ടോ? കാരണം സെലക്ട് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റും ഭയങ്കര ഒരു ബെസ്റ്റ് ഹിറ്റ് ആവാനുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെയാണ്, അത് ആരാരുടെയും ചോദിക്കാറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ബാക്കിയെല്ലാം നമുക്കിപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞുള്ള രീതിയൊക്കെ. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ടേസ്റ്റിൻ്റെ ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ ബ്രോന് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ജഡ്ജ് ചെയ്യാൻ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും ചിലപ്പോൾ മാച്ച് ആവത്തില്ല. അപ്പം എനിക്കിഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്ക് തന്നെയല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാം ചെയ്യുന്നത്. നമ്മുടെ സിനിമയിൽ